ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിരിക്കുകയാണല്ലേ. അപ്പം ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓണമായിട്ട് ഇന്ന് ഉത്രാടമായിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കാണിക്കാം. കേശൂട്ടൻ്റെ ഓണ സെലിബ്രേഷൻ്റെ ഒരു ലുക്കാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് അവൻ്റെ ഫൈനൽ ലുക്ക്. വാമന വേഷത്തിൽ കേശൂട്ടനെ സ്കൂളിലേക്ക് വിടുമെന്ന് റിക്വസ്റ്റ് കേശുവിൻ്റെ ടീച്ചർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവനെ ഒരുക്കി വിട്ടതാണ്. ഒരുപാട് നല്ല നല്ല കമൻസും അഭിപ്രായങ്ങളും കിട്ടിയ ഒരു ലുക്കായിരുന്നു അത്. അതിനുശേഷം നമ്മുടെ പഴയ വീഡിയോയിലേക്ക് തന്നെ വരാം. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് ഈ ഒരു പ്ലേസിലേക്കാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂക്കളം വിടണ്ടേ. പൂക്കളം വിടാനായിട്ട് ഇവിടെ ഒരു കുട്ടിമണി പൂവുണ്ട്. ഇതാണ് സംഭവം. ഇത് പറിക്കാൻ വേണ്ടിയാണ് വന്നത്. കയ്യിലൊരു കൊട്ടയൊക്കെ ഉണ്ട്. കേശൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. കേശൂട്ടൻ പറിക്കാനും ചുക്കാൻ പിടിക്കാനൊക്കെ കേശൂട്ടൻ്റെ അച്ഛനും കൂടെയുണ്ട്. വരാൻ അല്പം മടിയായിരുന്നെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനെല്ലാം സെറ്റായി. ഇവിടെ നിറയെ പൂക്കളാണ്. ഇതിന് കമ്മല് ചെടി അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അത് പറിക്കുകയാണ്. ഇവിടെ നിറയെ ഉണ്ട്. ഈ ഒരു പ്ലേസ് നേരത്തെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. വീടിനടുത്ത് തന്നെയാണ് ഈ ഒരു പ്ലേസ്. ഇങ്ങനെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നാൽ പിന്നെ കേശൂട്ടൻ ഇവിടെയൊക്കെ കളിക്കണം. അപ്പോൾ പൂക്കളം ഇടാൻ വേണ്ടിയാണ് ഈ കമ്മല് ചെടി പറിക്കാൻ വന്നത്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ബ്രദറും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി അടിച്ച് പൂക്കളെല്ലാം പറിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കാതായിരുന്നു അത്ത വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം 5 വർഷത്തിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ പൂക്കളം ഇടാൻ പോണത്. ഈ പ്രാവശ്യം എന്തായാലും പൂക്കളം ഇട്ടേ പറ്റുമെന്ന് ചേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങി. കാരണം ഇവിടെ പൂക്കളം കിട്ടാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെ കേശൂട്ടനെ കാണിക്കാനും അവന് വേണ്ടിയാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല പൂക്കളം ഇടുന്നത്. ഓണമൊക്കെ ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ വരച്ചിട്ടാണ് അത്ത വിട്ടത്. ഇതാണ് ഫൈനൽ ലുക്ക്. ചേട്ടനും കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ മണ്ണിൽ അത്ത വിടുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ അത്തം. അതിനുശേഷം രാവിലെ അടുക്കളപ്പണി പരിപാടി തുടങ്ങി. ഒരുപാട് പാത്രമൊക്കെ ഉണ്ട് നിറയെ കഴിയാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ സാമ്പാറും ഇഡ്ഡലിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഉത്രാടത്തിലെ ഷോപ്പിംഗ് ഒക്കെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ രാവിലെ ഇഡ്ഡലിയാണ്. കേശൂട്ടന് ഒരു പൂക്കളം രീതിയിൽ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി അത്ര സുഖമില്ല കേശൂട്ടൻ. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സെറ്റാക്കാൻ തുടങ്ങി. സ്പെഷ്യൽ അവിയലാണ്. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചേട്ടനില്ല, ഡേ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് സെറ്റാക്കിയൊക്കെ വെക്കും. അപ്പോഴത്തേക്ക് വരത്തുള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. അതിനുശേഷം കേശൂട്ടനെ കുളിച്ച് ഒരുക്കി കുട്ടപ്പനാക്കി ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇട്ടിരിക്കുന്ന ഉടുപ്പ് എൻ്റെ ഫ്രണ്ട് അവന് ഗിഫ്റ്റ് കൊടുത്ത ഉടുപ്പാണ്. ഞാൻ വേറെ ഓണക്കോടി ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇട്ട് കൊടുത്ത് അവൾ വീഡിയോ ഒക്കെ എടുത്ത് അയക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തൊക്കെയുള്ള സദ്യ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് പായസം, അവിയൽ, തോരൻ തുടങ്ങി എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാണ്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നെക്കൊണ്ട് കൂട്ടാൻ കൂടുന്ന രീതിയിൽ കുറച്ച് ഐറ്റംസ്. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും അടുത്ത വീട്ടിൽ ഒരു കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ എൻ്റെ കേശൂട്ടനെ പോലെ തന്നെയാണ് അവരും എനിക്ക്. അപ്പോൾ അവർക്കും ഞാൻ കൊടുക്കാറുണ്ട് എന്തുണ്ടാക്കിയാലും. അവർ ക്രിസ്ത്യൻസാണ്. അവിടെ വലിയ രീതിയിൽ ഓണാഘോഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർക്കും ഒക്കെ കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ഇലയൊക്കെ വെട്ടി. കേശൂട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇലയിൽ ചോറ് കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സ്കൂളിൽ പ്രോഗ്രാമിന് പേരൻസ് അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ഞാനിതിൽ കൊടുക്കാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ എടുത്തു കൊടുത്ത ഓണക്കോടിയൊക്കെ ഇട്ടിട്ടാണ് അമ്മ ഞങ്ങളുടെ കൂടെ ഓണത്തിന് കഴിക്കാനിരുന്നത്. ഞാനും ചേട്ടനും ഓരോ ഇലയിലാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ ഇലയിലാണ്. വിഷുവിനും വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഞങ്ങൾ കാരണം ഞങ്ങളുടെ പണ്ട് വീട്ടിൽ ഞങ്ങൾ ഒറ്റ ഇല മേടിച്ചിട്ട് ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്.
ആ ഒരു ഓർമ്മകളായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പഴയ പഴയ ഓർമ്മകളൊക്കെ ഇപ്പം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല നല്ല ഓർമ്മകളാണ്. കാരണം ബ്രദറൊക്കെ ആയിട്ട് ഒരുപാട് അപ്പുറം ഇപ്പുറം ആ ചേച്ചിമാരെല്ലാം ആയിട്ട് ഞങ്ങൾ പൂക്കളം ഒരുക്കാനായിട്ട് പൂക്കളൊക്കെ പറിക്കാൻ പോയതൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കിട്ടുമെന്ന് തന്നെ അറിയില്ല. ഒരുപാട് ഓർമ്മകളാണ് പണ്ടത്തെ ഇത്. കേശൂട്ടിന് അതിൻ്റെ കുറേയൊക്കെ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ഒരുപാട് ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ കേശൂട്ടൻ സദ്യ കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഓണപരിപാടി വേറെ ഒന്നുമില്ല. വൈകുന്നേരം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വിശേഷങ്ങൾ ഇതിലൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. കേശൂട്ടനാണെങ്കിൽ സദ്യ കഴിച്ചത് പ്രത്യേകതരം രീതിയിലാണ്. കാരണം ചോറിൻ്റെ കൂടെ പരിപ്പ്, പായസം, പപ്പടം, പഴം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒറ്റയടിക്കാൻ കഴിക്കുന്ന വിധത്തിൽ, ആ ഒരു രീതിയിൽ. പിന്നെ അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ ഒരുങ്ങി. കേശൂട്ടൻ്റെ ഓണക്കോടി ഇതാണ്, കണ്ടോ, ഇതാണ് കേശൂട്ടൻ്റെ ഓണക്കോടി. പിന്നെ കേശൂട്ടിനുള്ള സ്നാക്സ് അത് സെറ്റാക്കി വെക്കണം, വെള്ളമൊക്കെ എടുത്ത് വെക്കണം. കാരണം പോകുന്നത് എവിടെയാണെന്ന് വഴിയെ പറയാം. അതിനുശേഷം ഞങ്ങൾ ഓണക്കോടി ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ എൻ്റെ ഓണക്കോടിയുടെ ഒരു പാർട്ട് മാത്രമാണിത്. കേശൂട്ടൻ്റെ ഓണക്കോടി ഇതാണ്. ചേട്ടൻ്റെ ഒരു പാർട്ട് മാത്രമാണിത്. എന്ന് വെച്ചാൽ ഒരുപാട് ഓണക്കോടി ഉണ്ടെന്നല്ല കേട്ടോ. അതിനുശേഷം ഞങ്ങളിത് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഞങ്ങളുടെ ഓണമൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഓണം അത്തപ്പൂക്കളം മാത്രമേ ഇല്ലാതുള്ളായിരുന്നു കല്യാണത്തിന് ശേഷം. കാരണം നമ്മൾ റെന്റിന് താമസിക്കുന്നുണ്ട്, പല സാഹചര്യങ്ങളിലായിരിക്കും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാത്രമായിരുന്നു ലിമിറ്റ് ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം സെറ്റായിട്ടാണ്. പിന്നെ ചേട്ടൻ ഇങ്ങനെ കുറേ സമയം നമ്മുടെ കൂടെ കാണില്ല. ജോലിയുടെ കാര്യമായതുകൊണ്ട്, ഷിഫ്റ്റൊക്കെ ആയതുകൊണ്ട് പല ടൈമിലായിരിക്കും ഉണ്ടായിരിക്കുക, കയറിയേ പറ്റത്തുള്ളൂ അവർക്ക്. അപ്പം അവർക്ക് ഓഫാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടെ കാണത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് കയറണം. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലുലുവിലാണ്. ഇവിടെ വരാനായിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. അടുത്തൊരു ഷോപ്പിൽ വന്നപ്പം ടൈം കളയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. കാരണം ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് സമയം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറി ഫ്രഷ് ആയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ടോയ്ലറ്റിലും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ലുലുവിൽ. അപ്പോൾ കേശൂട്ടൻ അവിടെ ഫോട്ടോഷൂട്ട് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിരുന്നു. അങ്ങനെ കേശൂട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ടൈം ഇവിടെ ചിലവഴിച്ചിട്ട് അപ്പോഴത്തേക്കും സമയമാവും നമുക്ക് പോവാനായിട്ട്. കാരണം ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കില്ല. അതിനുശേഷം ഇവിടെ എപ്പോൾ വന്നാലും കാണുമ്പം ഒരു സംഭവത്തിൽ കയറണമെന്ന് കേശു പറയും. അപ്പം അതിലോട്ട് ഞങ്ങൾ പോകാനായിട്ട് പോയപ്പോഴത്തേക്കും വേറൊരു സംഭവം കണ്ടു. അവിടെ ചെന്നപ്പോൾ തന്നെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ബഹളമാണ്. പക്ഷെ നമുക്കതൊന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല വീഡിയോയിൽ. അപ്പം പുലികളിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പുലികൾ വേഷത്തിൽ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വന്ന് തുള്ളി 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 നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ പോകുന്ന വഴി ഇതുപോലത്തെ ഒരു സംഭവം കണ്ട് കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷെ തൊടാനായിട്ട് പേടിയായതുകൊണ്ട് എന്നെയും വിളിച്ചുകൊണ്ട് പോയി അവനിങ്ങനെ ടച്ച് ചെയ്യണം അമ്മയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കൊണ്ടുപോയി ഒരു കഥകളി ഒരു വേഷം പോയി കാണിച്ചു. അതിനുശേഷമാണ് ഞങ്ങളിങ്ങനെ കൊട്ടൊക്കെ നമ്മുടെ ഇങ്ങനെ ഈ ചെണ്ടമേളമൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. കേശൂട്ടിന് എപ്പോഴും ഇത് കണ്ടാലും കയറണമെന്ന് പറയും. പക്ഷെ ഞങ്ങൾ കേട്ടാറില്ല. കരഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ഉടനെ സാധിച്ചു കൊടുക്കരുത്. അപ്പോൾ എന്തായാലും ഇന്ന് ഓണമല്ലേ, എന്തെങ്കിലും കുഞ്ഞിന് ചെയ്തു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കയറാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ പുലികളി എത്തി. നല്ല അടിപൊളി ചെണ്ടമേളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, വീഡിയോ എൻ്റെ വളവളാന്നുള്ള സംസാരം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുലികളിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ചെണ്ടമേളം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അത് നമ്മുടെ അടുത്തോട്ട് വന്നു. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയപ്പം കേശുവിന് ഭയങ്കര രസമായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പം ചേട്ടൻ പറയും ചെയ്തു, കണ്ടോ നമുക്കത് കാണാൻ പറ്റിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഞാനും ചേട്ടനും അത് തന്നെ. പിന്നെ കേശുവിന് അതിൽ കയറണമെന്നും പറഞ്ഞ് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. അപ്പം കൂടെ ഒരാൾ പോകണം. അപ്പം വേറെ ഓപ്ഷൻ ഇല്ല, എന്നെ തന്നെ പറഞ്ഞു വിടും. അതങ്ങനെ ഞങ്ങൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ട അവൻ പറയുന്നത് ട്രെയിൻ എന്നാണ്, അതിൽ കയറി ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രൈസ് ആകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇല്ല, കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു 120 160 അങ്ങനെ എന്തൊരു സംതിങ് എല്ലാം ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരുപാട് പ്രൈസ് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, ഒരു വട്ടമൊക്കെ നമുക്ക് കുട്ടികളെ കയറ്റാലോ. അപ്പം
ഓണത്തിനുള്ള ഡെക്കറേഷൻ ഇതാണ്. ഓരോ പ്രാവശ്യം ഓരോ പരിപാടിക്കും പല രീതിയിലുള്ള ഡെക്കറേഷനാണ് ലുലുവിൽ വന്നാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ലുലുവിൻ്റെ അത്തം. ഈ ചായപ്പൊടിയൊക്കെ കൊണ്ട് ഉള്ളൊരു രീതിയിലായിരുന്നു അടുത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഈവനിങ് പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി തുടങ്ങുകയാണ്, ഫുട്ബോൾ. അപ്പം നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിലാണ്. അപ്പം മഞ്ഞപ്പടകളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാണാൻ. ചേട്ടന് അവരുടെ ഷർട്ടും ഉണ്ട്. അപ്പം അവിടെ വേറെ വനിതാ എന്തോ ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പാർക്കിംഗ് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് പാർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കുറച്ച് ദൂരം മാറ്റിയാണ് പാർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പം ഞാനത് രണ്ടാമത്തെ തവണയാണ് വന്നത്. എനിക്ക് ഈ ഫുട്ബോളുകളെ ഇഷ്ടമല്ല, ഞാൻ കാണാൻ പോകാറില്ല. പക്ഷെ കാണാൻ വന്നതിന് ശേഷം ഞാനിതിൻ്റെ ഫാനായി മാറി. ഭയങ്കര ടി വിയിൽ കാണാൻ പോലെ അല്ല, ആ ഒരു സ്റ്റേഡിയത്തിൽ പോയി കാണാനുള്ള എക്സ്പീരിയൻസ് അത് വളരെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം ആ ഒരു രീതിയിലാണ്. പക്ഷെ സന്തോഷത്തോടെ ആണെങ്കിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കളി ഇന്ന് തുടങ്ങുന്ന ദിവസം തന്നെ എന്തായാലും പോവാം. ടിക്കറ്റ് ഞങ്ങളുടെ കസിൻ അവനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അവന് അവിടുത്തെ എന്തോ ഒരു സംഭവമൊക്കെയാണ്, അപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തു. ആരെയും വിളിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമെന്നൊന്നും വിചാരിക്കാതെയാണ് നമ്മൾ വന്നത്. അവിടെ ഫുഡ് വെള്ളം ഒന്നും അലൗഡ് അല്ല. പക്ഷെ ബേബിക്ക് എന്തായാലും കൊണ്ടുപോകണല്ലോ, കാരണം അവിടെ അലൗഡ് അല്ല. എന്നിട്ട് നമ്മൾ ആ വെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ 20 രൂപയ്ക്ക് ഒരു ചെറിയ ഗ്ലാസ്സിലാണ്, അതും കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ കേശൂട്ടിന് ഒരു ടീഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, എനിക്ക് അങ്ങനെ അത്ര ഉണ്ട് ടീഷർട്ട് ഇടണം, ഇങ്ങനെ ചായം തേക്കണം, അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് അത്ര വലിയ സുഖമില്ല. അപ്പോൾ കേശൂട്ടിന് എന്തായാലും ഒരെണ്ണം വാങ്ങി. 100 രൂപയായിരുന്നു അതിന് റേറ്റ്. ഇപ്പം രണ്ടുപേരും ലൂണ 10 അതാണ് രണ്ടുപേർക്ക്. ഞാൻ വേറെന്തോ ആണ് അവർ തന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അച്ഛൻ എന്തായാലും പറഞ്ഞോ ഒരു ഇതാണല്ലോ ലൂണയുടെയാണ്, അപ്പം മകനും അത് തന്നെ മതി എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ എന്തായാലും കയറേണ്ട സമയമായി. നല്ല തിരക്കുണ്ടായിരുന്നു, ഓണമല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേശൂട്ടൻ പിന്നെ അച്ഛൻ്റെ കൊമ്പത്ത് കയറി. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കളി തുടങ്ങിയത്. ഭയങ്കര ഒരു ആവേശം ആണല്ലോ തുടങ്ങിയതെങ്കിലും, പക്ഷേ ഒരു ഫസ്റ്റ് ബ്രേക്ക് വരെ ഭയങ്കര ശോകമായിരുന്നു. ഭയങ്കര ശോകം എന്ന് വെച്ചാൽ ഒരു ഗോൾ പോലും അടിക്കാത്ത. പിന്നെ ലാസ്റ്റ് നിമിഷമാണ് ഓപ്പോസിറ്റ് ലാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പറയാം ആരെങ്കിലും ഒരു ഗോൾ അടിച്ചാൽ മതി, കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ ആദ്യം എന്തോ പഞ്ചാബായിരുന്നു കൂടെ കളിച്ചത്. അപ്പോൾ അവരാണ് ആദ്യം ഗോളടിച്ചത്. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊടിയൊക്കെ ഊരിയിട്ട് അലമ്പായി. പിന്നെ പണിഷ്മെൻ്റൊക്കെ കൊടുത്തു, അങ്ങനത്തെ സ്റ്റോറിയൊക്കെ ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അവർ വാമപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയാൻ അറിയത്തില്ല, കാരണം ഞാൻ അത്ര ഫുട്ബോൾ ആരാധികയല്ലായിരുന്നു. ഇവിടെ വന്ന് കണ്ടതിൽ പിന്നെയാണ് ആരാധികയായത്. പിന്നെ കേശൂട്ടൻ ഞങ്ങളുടെ ഒരു കസിൻ്റെ അടുത്ത് നിന്ന് കൊടിയൊക്കെ മേടിക്കാൻ പോയി കേശൂട്ടൻ്റെ അച്ഛൻ. അതിനുശേഷം കേശു ഭയങ്കര ആക്റ്റീവായിരുന്നു, കൊടി വെച്ചു അവിടെ എങ്ങും നിൽക്കുന്നില്ല. അവനെ ആയിരുന്നു മുട്ടയും കൂടെ അടിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും അവനെ മുട്ടയെന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. കുറേ പേര് ഫോണിലാണെങ്കിലും കേശൂട്ടൻ്റെ വീഡിയോസ് എടുക്കുന്നു. ഭയങ്കര അതൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഒന്നും കൂടെ ഒരു ഗെമയോ എന്താണെന്ന് അറിയത്തില്ല, അവനൊന്നും കൂടെ ആക്റ്റീവ് ആകും, ഒന്നും കൂടെ അവരുടെ ഫ്രണ്ടിലൊക്കെ പോയി കളിക്കും. അങ്ങനെയാണ്. അപ്പം അതിനുശേഷം നമ്മുടെ കളിക്കാരെല്ലാവരും ലൂണ ഇല്ലായിരുന്നു, ലൂണയുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ലൂണ ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ കളിക്കാരൊക്കെ വന്ന് കളി തുടങ്ങി. ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ഷോ. അത് ഭയങ്കര വരണ്ടിയിലായിരുന്നു തോന്നിപ്പോയായിരുന്നു, കാരണം എന്ന് വെച്ചാൽ ആരും ഗോൾ അടിക്കുന്നില്ല. ലാസ്റ്റ് നിമിഷം നമ്മുടെ കളി തീരുന്നതിന് കുറച്ച് നേരം മുമ്പ് ആണ് ഗോൾ അടിക്കാൻ തുടങ്ങിയത്. പഞ്ചാബ് ആദ്യം ഒരെണ്ണം അടിച്ചു. ആ നിരാശയിലിരിക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചു. അപ്പോഴത്തേക്കും പിന്നെ ആരവമായിരുന്നു, എല്ലാവരും കൂടെ ചാടി, നമ്മൾ അറിയാതെ തന്നെ ചാടി. ഇപ്പം ഞാൻ പോലും ഞാൻ വല്ല ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ പോലും ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചാടി അറിയാതെ പോലും ചാടി എണീറ്റ് തുള്ളിപ്പോവും, അത്ര കണ്ട് ഇതായിരുന്നു. പിന്നെ വയനാടിലെ കുട്ടികൾ അവരായിരുന്നു അവിടെ വന്നിരുന്നത്.
ബാനറും കാര്യങ്ങളും ഒക്കെ വയനാടിനെ സംബന്ധിച്ചാണ്. അപ്പുറം ഇപ്പറേ നമ്മൾ ഇരിക്കുന്ന ഓപ്പോസിറ്റ് മഞ്ഞപ്പട എന്ന് പറയുന്നതും ഇപ്പുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്ന് പറയുന്നതാണ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി. അപ്പം അതാ അവിടെയാണ് സെറ്റായിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജനഗണമന നാഷണൽ ആന്തം അത് പാടി തുടങ്ങുവാണ് നമ്മൾ. അപ്പം അത് പറയുമ്പോൾ എന്തായാലും നിശബ്ദതയാണല്ലോ. ഞാൻ എന്തായാലും ക്യാമറ ഓൺ ആയതുകൊണ്ട് ഓഫാക്കാൻ നിന്നില്ല. അതിനുശേഷം നമ്മുടെ കളികൾ തുടങ്ങിയത് ശോകമായിരുന്നു, ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ടി വിയിൽ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം നമ്മളെ കഴിഞ്ഞ കളി കാണാൻ പോയപ്പോഴാണെങ്കിലും നല്ല ഒരു കളിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ സമാസമം നിന്നെങ്കിലും നല്ല ഗോളൊക്കെ ആണെങ്കിൽ അടിപൊളി കളിയായിരുന്നു, ഒരു രക്ഷയില്ല. അന്ന് ലൂണ ഉണ്ടായിരുന്നു, അടിപൊളി കളിയായിരുന്നു. പക്ഷെ ഈ കളി തുടക്കം ആയതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, ഭയങ്കര ശോകമായിരുന്നു. ഒന്നിനും നമുക്കൊരു ഇത് വരില്ല, നമുക്കൊരു എനർജി വരാത്ത രീതിയിലുള്ളായിരുന്നു. പിന്നെ ഒരു ഗോളെങ്കിലും അടിച്ചല്ലോ എന്നുള്ള സമാധാനത്തിലാണ് ആരാധകരൊക്കെ തിരിച്ചു പോയത്. കാരണം അത്രയ്ക്ക് ശോകമായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോവാം, കാരണം സമയം ചുമ്മാ ഇരുന്നിട്ട് ഗോളൊന്നും അടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എടി നമുക്കത് പ്രവചിക്കാൻ പറ്റത്തില്ല, ലാസ്റ്റ് നിമിഷം കളി മാറി മറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗോളടിച്ചു. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചു. അപ്പോഴത്തേക്കും പിന്നെ അച്ഛനും മോനും ഭയങ്കര തുള്ളലായി. ഞാൻ തുള്ളാനൊന്നും പോയില്ല, ഞാൻ പോയി അവരുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര രസമായിരുന്നു. പക്ഷേ അത്ര കണ്ട് രസിക്കണ്ടായിരുന്നു. ആദ്യം അവർക്ക് ഒന്ന് നല്ല ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ പഞ്ചാബ് അടുത്ത ഗോൾ അടിച്ചു. അങ്ങനെ 2-1 എന്ന നിലയ്ക്കായിരുന്നു നമ്മുടെ കളി. 2-1 എന്നുള്ള രീതിയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടിപ്പാളീസായി. ഒരു ഗോളോടുകൂടി തോൽവി സമ്മതിച്ച് പോകേണ്ടി വന്നു. പിന്നെ ഒരാളല്ലേ ജയിക്കത്തുള്ളൂ, തോൽവിയും ചെയ്യും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അതെന്തായാലും ഈ ഓണ ദിവസം ശോകമായിരുന്നു കുറച്ച്. എന്തായാലും കേശുവേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആക്റ്റീവ് ആയിരുന്നു. അത് കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം പോകുമ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും, വേറെ വഴി കൂടെ ഒക്കെ പോകണം. അപ്പം അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. ബഹളവും പാട്ടും പല രീതിയിലുള്ള പാട്ടൊക്കെ ഉണ്ട് ഇതിനോട് ബന്ധപ്പെട്ട്. പക്ഷെ ഒന്നും നമുക്ക് ഈ വോയിസിൽ ചേർക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അമ്മയോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു, പക്ഷെ അമ്മയ്ക്ക് കാലിന് പ്രശ്നമായതുകൊണ്ട് അമ്മയ്ക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങളൊരു ഷോപ്പൊക്കെ ഒരുപാട് കുറവാണ്. പിന്നെ ഒരു ഷോപ്പിൽ കയറി, ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. മൊത്തം അറേബ്യൻ ഡിഷസ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനെ, കഴിച്ചല്ലേ പറ്റത്തുള്ളൂ, വേറെ എവിടെയും കിട്ടാനില്ല. അങ്ങനെ കേശുവിനും കുറേയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും വാങ്ങിക്കാൻ പോണില്ല, അവന് തന്നെ അറിയത്തില്ല. പടം കണ്ടിട്ട് എന്തോ രസത്തിന് കൊണ്ടാണ് അവൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്തായാലും കഴിക്കാൻ എന്തായാലും വാങ്ങിച്ചു. അവന് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് അവനെന്തായാലും ഇഷ്ടപ്പെട്ടത് ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റമാണ്. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. ഭയങ്കര അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു ഓണമായിരുന്നു ഇപ്രാവശ്യത്തേത്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ഓണം കൂടാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കേശുവേട്ടൻ്റെ ഓണാഘോഷ പരിപാടിയിലെ ലുക്ക് എങ്ങനെയുണ്ടായിരുന്നെന്ന് അവനെ ഇഷ്ടപ്പെടുന്നവർ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.